മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. രാവിലെ അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ വിമാനം തകർന്നു വീണാണ് അപകടം നടന്നത്. മഹാരാഷ്ട്രയിലെ ബരാമതിയിലായിരുന്നു അപകടം. എമർജൻസി ലാൻഡിംഗിനിടെയാണ് ദുരന്തം. അജിത് പവാറിനൊപ്പമുണ്ടായിരുന്ന 5 പേരും അപകടത്തിൽ മരിച്ചതായാണ് വിവരം. NCP ശരത് പവാർ പാർട്ടി പിളർന്ന് NCP അജിത് പവാർ എന്ന പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജില്ലാ കൌൺസിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്ക് വിമാനത്തിൽ പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ബരാമതിയിൽ 4 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹവും സംഘവും പുറപ്പെട്ടത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് കുന്നിൻ ചെരുവിൽ ഇടിച്ചു തകരുകയായിരുന്നു. രാവിലെ 8:10 മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം 8:45 അപകടത്തിൽപ്പെട്ടു. 6 മുതൽ 8 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ലിയർജെറ്റ് 45 വിമാനം ചാർട്ട് ചെയ്താണ് പുറപ്പെട്ടത്. വിമാനത്തിൽ അജിത് പവാറിന് പുറമെ 2 പൈലറ്റുമാരും 2 സുരക്ഷാ ജീവനക്കാരും ഉണ്ടായിരുന്നു. അപകടത്തിൽ വിമാനം പൂർണ്ണമായി കത്തിനശിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റും ചിതറിക്കിടക്കുന്നു. പ്രദേശത്ത് തീയും പുകയും ഉയർന്നിട്ടുണ്ട്. വിമാനത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് അപകട കാരണമെന്നാണ് സൂചന. പൈലറ്റ് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്താൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ വിളിച്ച് അപകടത്തെക്കുറിച്ച് ആരാഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് അജിത് പവാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.